ശ്രീ ഷാഫി ചാലിയ സജീഷ് പറഞ്ഞു വെച്ചത് സിദ്ധരാമയ്യക്ക് കൃത്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ് ഇതിന്റെ ചുമതലയുള്ള ഗീത IAS. പക്ഷേ എന്നിട്ടും ഇപ്പോൾ വീണ്ടും BJPയെ സഹായിക്കാൻ എന്ന വണ്ണം കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വിമർശനങ്ങൾ കേന്ദ്രത്തിലേക്ക് പോകുമെന്ന് നിലവരുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഒരു കത്തയച്ചും പ്രതികരണങ്ങൾ വഴിയും BJP സഹായിക്കുന്ന നിലയാണ് വരുത്തുന്നത്. ആ അർത്ഥത്തിൽ കേന്ദ്രത്തിലേക്കുള്ള വിമർശനത്തിന്റെ മുനയെ നിങ്ങൾ പ്രതിരോധിക്കുകയാണ് BJPക്ക് വേണ്ടി എന്നാണ് SK സജീഷ് പറയുന്നത്. ഷാഫി ചാലിയം. വളരെ ബാലിശവും പരിഹാസവുമായ ഒരു വാദമല്ലേ സജീഷ് ഇവിടെ പറഞ്ഞത്? BJPയോട് പോരടിച്ച് കർണാടകയിൽ അധികാരത്തിലെത്തിയ കർണാടകത്തിലെ സിദ്ധരാമയ്യ അദ്ദേഹം കേരള സർക്കാരിനോട് തങ്ങൾ വാഗ്ദാനം ചെയ്ത 100 വീടുകൾ അതെവിടെ നിർമ്മിക്കണം, അതെന്നാണ്, എന്താണ്, ഒരു കൃത്യമായി മറുപടി തരണമെന്ന് ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ BJPക്ക് സഹായകരമാകുക? ആ മറുപടി കിട്ടിയില്ലേ ഷാഫി ചാലിയം? എല്ലാ ആഴ്ചയും മറുപടി എഴുതിക്കൊണ്ടിരിക്കണം. എങ്ങനെ എന്താ മറുപടി? ഞങ്ങൾ ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്, ആ ടൗൺഷിപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരുന്നു എന്നാണ് അറിയിച്ചത്. ഇന്ന് എപ്പോൾ? ഇതൊരു സർക്കാരിന്റെ ഫണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലായി, ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. മാർച്ച് 31 ആകുകയാണ്. മാർച്ച് 31 അത് ചെലവഴിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഓർക്കുന്നുണ്ടോ? അല്ല, ഞാൻ പലതും ഓർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് എന്നെ കേൾക്ക് സജീഷേ. ഓക്കെ, ഞാൻ ഇടപെടുന്നില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും നിങ്ങളെ ഇടപെട്ടോളൂ വന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് തോന്നിപ്പോയോണ്ട് ചോദിച്ചതാണ്. ഇല്ല, ഞാൻ ഇടപെടുന്നൊന്നുമില്ല. അതായത് നിങ്ങളിപ്പോ ഷാഫി ചാലിയൊക്കെ ഓർമ്മിച്ചാൽ നന്നാവും. അതായത് ഇവിടെ കർണാടക, അതിപ്പോൾ ഡോക്ടർ അരുൺകുമാറും അതേമാതിരി നമ്മുടെ സജീഷും ഒക്കെ ഒരേ ടോളിലാണ് സംസാരിക്കുന്നത്. അതായത് കർണാടക മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മൾ എന്താ ഇതിൽ കാണേണ്ടത്? ഒരു സർക്കാർ സംവിധാനം ഒരു ഫണ്ട് നീക്കി വെച്ചാൽ അതിനൊരു ഡ്യൂറേഷനുണ്ട്. ആ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് ഈ മാർച്ച് 31. അതിനുള്ളിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സാങ്കേതികപരമായി അത് ലാപ്സാവും. പിന്നെ വേറെ തീരുമാനത്തിലേക്ക് പോയി വരും. അപ്പോൾ ഒരു സർക്കാർ 100 വീടിൻ്റെ സന്നദ്ധത അറിയിച്ച അവസ്ഥക്ക് അത് എന്ന് എപ്പോൾ എന്തെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. ടൗൺഷിപ്പ് ഉണ്ടാവും, ഏത് കാലത്ത് ടൗൺഷിപ്പും. ഇവിടെ വളരെ എന്താണ്, എത്രയോ നിസ്സാരമായാണ് സജീഷ് പറഞ്ഞത്. നിങ്ങൾ കണ്ടെത്തിയ ഭൂമിയാണ്, അതിൽ സെലക്ട് ചെയ്ത ഭൂമി. ആ സെലക്ട് ചെയ്ത ഭൂമി ഏതാണ്? ലിറ്റിഗേഷൻസ് ഉള്ള ഭൂമിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതാ നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് എന്നോ കോടതിയിൽ കേസിൽ കുരുക്കി കിടക്കുന്ന ഭൂമികളാണ് ഇത് രണ്ടും. അതിന് മുകളിൽ ഉടനെ തീർപ്പ് വരും. ഒരു സിവിൽ മാറ്ററാണ്. ഒരു സിവിൽ മാറ്ററിന് മുകളിൽ എപ്പോഴാണ് തീർപ്പ് വരിക? എങ്ങനെ അത് ഉടനെ തീരുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ലിറ്റിഗേഷൻസ് ഇല്ലാത്ത ഭൂമിയല്ലേ ആ സാധുക്കൾക്ക് കൊടുക്കേണ്ടത്? കേസും കൂട്ടുള്ള ഭൂമിയെ പോയി കൊടുക്കേണ്ടത്. പിന്നെ അനന്തപത്മനാഭൻ ഇവിടെ പറയുകയുണ്ടായി, നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിച്ച അവഗണന മുഖ്യമന്ത്രി ഇന്ന് പറയുണ്ടായി. അതിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ സജീഷിനെ പോലെ തന്നെ ഈ കർണാടക മുഖ്യമന്ത്രിയുടെ നെഞ്ഞത്തേക്കാണ് അദ്ദേഹം പോയത്. ചോദിച്ചതിന് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാരിലേക്ക് വലിയ GST, വലിയ നികുതി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിന് അവകാശമില്ലേ? ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിലേക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. എന്ത് കണക്ക് എന്നിട്ടാണ് തമിഴ്നാട്ടിൽ കൊടുത്തത്? മാത്രമല്ല 2018 ഓഗസ്റ്റിൽ നമ്മുടെ നാട്ടിൽ മഹാപ്രളയം ഉണ്ടായല്ലോ. 4 ദിവസത്തിനുള്ളിൽ 500 കോടിയല്ലേ പ്രഖ്യാപിച്ചത്? അന്നേരം ഇല്ലാത്ത എന്താ മാനദണ്ഡം ഈ വയനാടിൻ്റെ കാര്യത്തിൽ? വയനാട്ടുകാർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ് മരിച്ചു കിടക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരോ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവരും. ഈ രാഷ്ട്രീയ വിദ്വേഷം ഇല്ലാതെ BJPക്ക് മറ്റെന്താണുള്ളത്? എന്താണ് ഈ നാടിനത് തരാത്തത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെടുത്ത് ഒരുപാട് ജാഗ്രത കുറവ് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തുണ്ടായിരിക്കാം, കണക്കുകളിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്, ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് ആ സ്റ്റേറ്റിന് അഡ്വാൻസ് ആണെങ്കിലും പിന്നെ കൊടുത്തുകൂടെ നിങ്ങൾക്ക്? പിന്നീട് കണക്കൊക്കെ വാങ്ങല്ലോ. ഒരു നയാ പൈസയുടെയും സഹായം തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രധാനമന്ത്രി അവിടെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കേന്ദ്ര സംഘം വന്ന് പരിശോധന നടത്തി. കാരണം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈമാ ഫേസി അനൗൺസ്മെൻ്റ് ഉണ്ടാവും.
ഒരു പ്രാരംഭ ഫണ്ട്, അത് ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമാണ്. അല്ല, ഈ ചരിത്രത്തിൽ നിരവധി ഉണ്ടത്. ഏതൊരു പ്രൈം മിനിസ്റ്റർ വന്നാലും പ്രാഥമികമായി ഒരു സഹായം അവിടെ പ്രഖ്യാപിക്കും. അതുപോലും ഈ വയനാട്ടിൽ ചെയ്തില്ല. എന്നാൽ കേന്ദ്ര സംഘം വന്നിട്ട് അവിടെ ഫുള്ള് തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമാണ് നരേന്ദ്രമോദി വന്നത്. നരേന്ദ്രമോദി കേരളീയരോട് പറഞ്ഞതെന്താ? വയനാടിൻ്റെ കാര്യത്തിൽ സാമ്പത്തികം ഒരു തടസ്സമാവില്ല. നിങ്ങളെ ചാനലൊക്കെ എത്രയാണ് എഴുതി കാണിച്ച്? എന്നിട്ട് ഇപ്പം എത്ര മാസമായി? എന്തെങ്കിലും കൊടുത്തോ? ഈ കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഭൂരിപക്ഷവും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. ഈ സംസ്ഥാനത്തോട് BJP ഗവൺമെന്റ് ചെയ്യുന്ന നെറികേട് മലയാളികൾ ഒന്നടങ്കം അപലപിക്കപ്പെടേണ്ടത്. ഞാൻ തിരിച്ചു വരാം.